ഇനി എനിക്ക് തരാൻ സൗകര്യപ്പെട്ടില്ല ഈ വെടിച്ചിട മോളെ, കേട്ടല്ലോ. നിന്റെ അമ്മ അതിന്റെ അടുത്ത് നീ കാണിക്കുന്ന പരിപാടി നീ ഇങ്ങോട്ട് ഇറക്കണ്ട തൽക്കാലം. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ പറയടി മോളെ? ലിമിറ്റ് ഉണ്ട് തൊട്ടു, വീട്ടിലുള്ളവരെ പറയുന്നത്. ഒരു ലിമിറ്റും ഇല്ലടി വെടിച്ചിട മോളെ, ഒരു ലിമിറ്റും ഇല്ല. അത് കേൾക്കുന്ന എനിക്ക് എങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെന്ന് സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായിട്ട് കറങ്ങിക്കൊണ്ട് നടക്കുന്ന ഒരു വോയിസ് ക്ലിപ്പാണ് ഇത്. അദ്വൈത എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ റിലേഷൻഷിപ്പ്, പാലക്കാട്ടുകാരൻ ഫോട്ടോഗ്രാഫറായ അക്ഷയ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ ബാക്കി പത്രമാണ് ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ സംഭവത്തിലോട്ട് കുറച്ച് ഇറങ്ങി ചെല്ലുകയും സീക്രട്ട് ഏജന്റിന്റെ വീഡിയോ ത്രൂ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയും കേട്ട് കഴിഞ്ഞപ്പോഴും മോട്ടിവേഷൻ വീഡിയോസ് ചെയ്യുന്ന വ്യക്തി അല്ലെങ്കിൽ എന്നോട് പല ആളുകളും റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് ബ്രേക്കപ്പിനെ പറ്റിയിട്ടൊക്കെ ഡിസ്കസ് ചെയ്തതിന്റെ ഭാഗമായിട്ട് ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ ആദ്യം ഞാൻ പറയാം. ഒന്ന്, റിലേഷൻഷിപ്പില് ലൈക്ക് പാസ്റ്റ് റിലേഷൻഷിപ്പിൽ ചീറ്റിങ് കിട്ടിയ ആളുകൾക്ക് ചീറ്റിങ് കിട്ടി, ബ്രേക്കപ്പ് ആയി, ദെൻ കുറച്ച് കഴിഞ്ഞിട്ട് റിലേഷൻഷിപ്പ് സ്റ്റാർട്ടായി. ആ റിലേഷൻഷിപ്പ് സ്റ്റാർട്ടായിട്ട് ലൈക്ക് ഈ പാർട്ട്ണറുടെ ഭാഗത്ത് കയ്യിലിരിപ്പുണ്ട്, കഴിഞ്ഞത് കഴിഞ്ഞു, ഇത് പുതിയ ലൈഫാന്ന് വിചാരിച്ചിട്ട് ബ്രേക്കപ്പ് ഫേസ് ചെയ്ത ആള് രണ്ടാമത് ന്യൂ റിലേഷൻഷിപ്പിൽ വരുമ്പോൾ ആ സെക്കൻഡ് പാർട്ട്ണറുടെ കയ്യിലിരിപ്പ് കാരണമോ അല്ലെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം പാസ്റ്റ് ഹോണ്ട് ചെയ്തതിന്റെ ഭാഗമായിട്ട് സംശയം തോന്നാം, തൊട്ടനും പിടിച്ചതിനൊക്കെ സംശയം തോന്നും. അതില് പാർട്ട്ണറുടെ ഭാഗത്ത് സേഫ് ആണ്, ഈ പുതിയ പാർട്ട്ണർ കുഴപ്പമൊന്നും ചെയ്തിട്ടില്ല, പിന്നെയും സംശയിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ മാതിരി പാസ്റ്റ് ഹോണ്ടിങ്ങിന്റെ ഭാഗമായിട്ട് വിഷയങ്ങൾ ഉണ്ടാവും. ഉദാഹരണത്തിന് ഇപ്പോ ഫോണ് പെട്ടെന്ന് ഫോൺ ചോദിച്ചപ്പോ തന്നില്ല, അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ മനസ്സിൽ ഉണങ്ങാതെ കിടക്കുന്ന കുറച്ച് മുറിവുകളാണ് ഈ ബൂസ്റ്റപ്പ് ആവുന്നത്. പിന്നെ വേറൊരു വിഷയം, ഈ ഒരു വ്യക്തിക്ക് ഇവരുടെ ഫ്രണ്ട്സിൽ നിന്നും ഉണ്ടാവുന്നത്, അതായത് ഇപ്പൊ ബെസ്റ്റി അല്ലെങ്കിൽ ബോയ് ഗേൾ ഇപ്പൊ അങ്ങനെ ഒന്നും ഇല്ലല്ലോ ഫ്രണ്ട്സിൽ ഓവർ ആയിട്ടുള്ള ലൈക്ക് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫ്രണ്ട്സിനെ പറ്റി കൂടുതൽ സംസാരിക്കുക, അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങാൻ പോവുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്കുലർ ഫ്രണ്ട് ഇവളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ഇവന്റെ കാര്യത്തിൽ ഓവർ കെയർ കൊടുക്കുക, തോളത്ത് കൈയിട്ടിരിക്കുക, എന്തിനും ഏതിനും മാമച്ചെന്ന് പറഞ്ഞ മാതിരി എന്ത് കാര്യം പറയുമ്പോഴും ഈ ഒരു ഫ്രണ്ടിന്റെ ഇപ്പൊ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ ആകുമ്പോ ഇത് നമ്മുടെ പാർട്ട്ണർക്ക് ഇവളെന്താ എനിക്കൊരു വില തരാതെ, ഇവൻ എന്താ എനിക്കൊരു വില തരാതെ, ഇനിയിപ്പോ അവർക്കായിരിക്കും കൂടുതൽ ഇമ്പോർട്ടന്റ്, അവരുടെ കോൾ വെയിറ്റിംഗ് വരുന്നു, എന്നെ തിരിച്ചു വിളിക്കുന്നില്ല, സംസാരിക്കുന്നില്ല, അങ്ങനെയൊക്കെ ആയിട്ടുള്ള സംശയ രോഗം. അത് പാസ്റ്റിൽ നടന്ന വിഷയത്തിന്റെയോ അല്ലെങ്കിൽ കറണ്ട് റിലേഷനിൽ പെട്ടെന്ന് ബ്ലൈൻഡ് ട്രസ്റ്റിന്റെ ഭാഗമായിട്ട് അത് ബ്രേക്ക് ചെയ്യുന്ന രീതിയിൽ പാർട്ട്ണർ റിയാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കിട്ടുന്ന ഒരു മെന്റൽ ട്രോമ, അതാണ് ഇതിനകത്തുള്ള മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഒരു തേർഡ് കാറ്റഗറി പറയുന്നത് പണ്ടാരം ഈ റിലേഷൻഷിപ്പ് വേണ്ട, മടുത്ത് വിട്ട്, ഞാൻ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല, ഫെഡപ്പായിട്ട് വെറുപ്പിച്ച് ഇല്ലാത്ത സംശയങ്ങൾ ഉണ്ടാക്കി പറഞ്ഞ് ഇല്ലാത്തൊരു ക്യാരക്ടർ കാണിച്ച് ഞാനായിട്ട് വേണ്ടാന്ന് പറയില്ല, നീ ആയിട്ട് വേണ്ടാന്നുള്ള രീതിയിൽ പൊയ്ക്കോ എന്നുള്ള രീതിയിൽ മാക്സിമം ടോർച്ചർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു കുറച്ചു കാലത്തേക്ക് മാത്രം അയാൾ കാണിക്കുന്ന ഒരു ഫേസ് മാസ്ക് ക്യാരക്ടറായിട്ട് പറയാം. പക്ഷെ ഈ കുട്ടിയുടെ കേസ് ഹെവി വെരി സോറി, ഈ പറഞ്ഞ മാതിരി അക്ഷയ്ക്ക് ഒരു ഭാഗം പറയാനുണ്ടാവും, അതെന്തായാലും നമ്മൾ കേൾക്കണം. അപ്പോൾ അദ്വൈതയുടെ ഈ ഒരു ഭാഗം കേട്ടതിന്റെയും എല്ലാമായിട്ട് അദ്വൈത പറയുന്നത് ഗ്രാജുവലി ഉണ്ടായ ഒരു ചേഞ്ച് ആണെന്നാണ്. ബാംഗ്ലൂർ വെച്ച് വർക്കിന്റെ ഇടയിലാണ് പരിചയപ്പെട്ടതെന്നും അത് കഴിഞ്ഞ് 3 years നല്ല രീതിയിൽ പോയെന്നും പെട്ടെന്ന് ഈ ഒരു റിലേഷൻഷിപ്പിലോട്ട് ഇതിൽ മാറി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പുള്ളിക്ക് ഒരു അക്ഷയ്ക്ക് ഒരു വശം പറയാനുണ്ട്, പക്ഷെ എന്റെ ഒരു അസെപ്ഷനിൽ എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ വേണമെങ്കിലും മാറാം അല്ലെ. പല റിലേഷൻഷിപ്പ് കേസിലും പല ഒരു പയ്യൻ സൂസൈഡ് ചെയ്തതിന്റെ കേസിലൊക്കെ നമ്മൾ സംസാരിച്ചപ്പോഴും ഇതേപോലെ ആ ഒരു പെൺകുട്ടി ഭയങ്കരമായിട്ട് ടോക്സിക് ആയിട്ട് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ പയ്യൻ ഗ്രാജുവലി മാറിയതാന്ന് പറയുന്നു. അപ്പോൾ ഈ പയ്യന് ഒന്നാമത്തെ കാര്യം ഈ പയ്യന് ഈ പെൺകുട്ടിയോടുള്ള ഭ്രാന്തമായ ഇഷ്ടമാണ്, വേറെ ഇഷ്ടമല്ല, ഭ്രാന്തമായ ഇഷ്ടം. അപ്പോൾ എന്റെ എങ്ങോട്ടും വിട്ടുകൊടുക്കില്ല. അൾട്ടിമേറ്റ് ബേസ് വരുന്നത് ഇതാണ്, ഈ പയ്യന്റെ ഇഷ്ടം കൂടുതലും. പിന്നെ എനിക്ക് തോന്നിയതാണ് കേട്ടോ, ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഭ്രാന്ത് പിടിച്ച ടോക്സിക് ലവ് ആണ്, ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ലവ് അല്ല പറയുന്നത്, ഭ്രാന്തമായ ഇഷ്ടം. ആൻഡ് ദ സെക്കൻഡ് തിങ് എനിക്ക് തോന്നുന്നത് ഗ്രാജുവലി വന്നൊരു ചേഞ്ച് ആണെന്നാണ് പറയുന്നത്. അപ്പൊ ഈ പെൺകുട്ടി എല്ലാവരോടും ഭയങ്കര ഫ്രണ്ട്ലി ആയിരിക്കും, ആണ് പെണ്ണെന്നുള്ള വ്യത്യാസം ഇല്ലാതെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഏതൊരു വർക്കിന്റെ ഇടയിലൊക്കെ പരിചയപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ബിഹേവിയർ. അപ്പോ ആ ഒരു ബിഹേവിയർ ഇപ്പൊ ആണെന്നോ പെണ്ണെന്നോ ഇല്ലാതെ ഇപ്പൊ ഉള്ള ഒരു ബിഹേവിയർ, അല്ലെങ്കിൽ ഇപ്പൊ ആൺകുട്ടികൾ ഫ്രണ്ട്സിനോടുള്ള ഓവർ ഇന്ററാക്ഷൻ കാര്യങ്ങൾ അത് ഈ പയ്യനെ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. അതല്ലെങ്കിൽ എന്നെ മാത്രം സ്നേഹിച്ചാൽ മതി, ഹൈലി പോസസീവ് ടോക്സിക് റിലേഷൻഷിപ്പ്, പാസ്റ്റ് റിലേഷൻഷിപ്പ് ഹോണ്ടിങ്, ഗ്രാജുവലി വരുന്ന ആ ഒരു ചേഞ്ചില് ഇപ്പൊ ഈ ഒരു ഫ്രണ്ട്ഷിപ്പിൽ വന്ന ആ ഒരു ഓവർ കണക്ഷൻ കാര്യങ്ങൾ കാണുമ്പോൾ, അല്ലെങ്കിൽ ഇവൾ എന്നെക്കാൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വേറെ ആൾക്കാണോ, എനിക്കൊരു വാല്യൂ തരുന്നില്ലേ, എങ്ങനെയുള്ള എല്ലാ തോട്ട്സും തന്നിട്ട് ഈ കുട്ടിയെ
മാനസികമായിട്ടും ഫിസിക്കലി ഒക്കെ ഹരാസ് ചെയ്യുന്ന ഒരു അവസ്ഥ. ഈ കൊച്ചു എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയില്ല. അഗെയിൻ ഞാൻ പറയാണ്, പുള്ളിക്ക് അദ്ദേഹത്തിന് ഒരു വശം, അദ്വൈതയുടെ ഒരു വശം അക്ഷയ്ക്കും പറയണ്ട. അക്ഷയുടെ വശം എനിക്ക് തോന്നുന്നത് ലൈക്ക് ഇതാണ്, ഓവർ പോസസീവും പാസ്റ്റിൽ എന്തെങ്കിലും ഹോണ്ടിങ്ങോ അല്ലെങ്കിൽ കറന്റ് ഇപ്പൊ ഈ റിലേഷൻഷിപ്പിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നുള്ള ഒരു ലൈക്ക് ഇന്ററാക്ഷൻസിന്റെ ഓവർ, ഈ പുള്ളിക്ക് ഒരു വാല്യൂ കൊടുക്കുന്നില്ലെങ്കിൽ ഈ പുള്ളിയെ ഫൂളാക്കുന്ന രീതിയിലുള്ള ഈ പുള്ളിക്ക് ഫീൽ ചെയ്യുന്ന ചില തോട്ട്സ് ആയിരിക്കാം ഇങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് പോയിട്ടുണ്ടാവും. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ലൈക്ക് അച്ഛന്റെ ഫോൺ പോലും എടുക്കാൻ പാടില്ല, ആരോടും സംസാരിക്കാൻ പാടില്ല, 8 മണിക്ക് വിളിക്കണം, 8:15 വിളിക്കണം, 8:30 വിളിക്കണം. എന്തുവാ ഈ കൊച്ചിന് ബാത്റൂമിൽ പോകണ്ടേ, മൂത്രമൊഴിക്ക് അപ്പീടൊന്നും വേണ്ടേ, ഭക്ഷണം കഴിക്കണ്ടേ, ശ്വാസം എടുക്കണ്ടേ, എപ്പോഴും തന്നെ മാത്രം വിളിച്ചുകൊണ്ടിരുന്നാൽ മതി, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയണ്ടേ. പക്ഷെ ഇതൊന്നും ഈ കുട്ടി ചോദിക്കാതെ, ഈ കുട്ടിയും അങ്ങോട്ട് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഇപ്പൊ സീക്രട്ട് ഏജന്റിന്റെ വീഡിയോയിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, പറയുന്നുണ്ട് വിളിച്ചില്ലെങ്കിൽ 8 മണിക്ക് 8:30 8:15 ഞാൻ വിളിച്ചോളാം, അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്തോ, പിന്നെ കുറച്ച് ഫ്രണ്ട്സിന്റെ പിക്സിന്റെ കാര്യം പറയേണ്ടത് ആർച്ചീവിൽ ഇട്ടോളാം. അപ്പൊ ആരോട് സംസാരിച്ചാലും ഈ വ്യക്തിക്ക് ഒരു വിഷയം വരുന്നത് ഓവർ പോസസീവ്നെസ്സും ഈ പെൺകുട്ടി ഇട്ടിട്ട് പോകുമെന്നുള്ളൊരു പേടിയും പിന്നെ അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു വല്ലാത്തൊരു മാനസിക അവസ്ഥയിലാണ് ഈ അക്ഷയ് എന്ന് പറയുന്ന വ്യക്തി ഇരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത്. ആൻഡ് എന്റെ പൊന്നോ, ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫിലാണെങ്കിലും റിലേഷൻഷിപ്പിലാണെങ്കിലും നിങ്ങളുടെ ടോയല്ല, നിങ്ങളുടെ പാവയെന്നല്ല, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് കൊടുക്കേണ്ട ഒരു റെസ്പെക്ട് കൊടുക്കണം. എന്നിട്ട് ആ കുട്ടി ചോദിക്കുന്നുണ്ട്, ഇത്രയും തെറി പറഞ്ഞിട്ടും ആ കുട്ടിയുടെ വോയിസ് ക്ലിപ്പിൽ ആ കുട്ടി ഭയങ്കര ഓക്കെ ആയിട്ടാണ് സംസാരിക്കുന്നത്. ജോ ഭയങ്കര ഓക്കെ ആണ്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ പറ, വീട്ടുകാരെ അയ്യോ ജോ രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പൊ അവിടെ കിടക്ക്. അയ്യോ ഞാൻ അങ്ങനെ എടുത്തെറിഞ്ഞല്ല, പൂച്ച എപ്പോഴും 4 കാലിലേ വീഴുള്ളൂ. ഓക്കെ ഇങ്ങ് തന്നെ ഇനി പൂച്ചയെ വലിച്ചെറിഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് അടുത്ത ഭാരവാഹികൾ വരും. പൂച്ച എപ്പോഴും 4 കാലിലാണ് വീഴാറുള്ളത്, അതുകൊണ്ട് വിഷയമില്ല. അപ്പൊ ആശാത്തി വന്നിട്ട് ഫോണ് നോക്കടാ ജോ, ഞാൻ വീഡിയോ ചെയ്തോണ്ടിരിക്കുകയാണ്. ഓക്കെ അപ്പം ഭയങ്കര ഓക്കെ ആയിട്ടാണ് സംസാരിക്കുന്നത്. തെറിയെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത രീതിയിൽ ഇനി നീ ചെയ്യൂ, ഇനി നീ പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ, ഇതിലും കൂടെ വിളിക്കുമ്പോൾ എടുത്തില്ലെങ്കിൽ അമ്മയ്ക്കായിരിക്കും തെറി കേൾക്കുന്നുണ്ടാവുക, കോൾ വെയിറ്റും, അത് പാടില്ല ഇത് പാടില്ല. ഈ കൊച്ചിന് ശ്വാസം എടുക്കാനുള്ള പെർമിഷൻ കൊടുത്തു തന്നെ വലിയ ഉപകാരം. അപ്പം ദേ ഹാഡ് എ ഫിസിക്കൽ റിലേഷൻഷിപ്പ് 3 years ആയിട്ട് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാ രീതിയിലും ഓക്കെ ആയിട്ട് പോയിട്ട് പെട്ടെന്നാണ് ഈ കുട്ടി ഈ ഒരു സംഭവം കാര്യങ്ങളെല്ലാം ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തത്. അപ്പൊ ഇൻസ്റ്റയിലാണെങ്കിലും നമ്മൾ ഈ പറഞ്ഞ മാതിരി പിക്സും കാര്യങ്ങളും പയ്യന്റെ ഒന്നും കൊടുക്കാത്തതെന്ന് വെച്ചാൽ ഒരു വശം നമ്മൾ കേട്ടിട്ടുള്ളൂ, ഒരു വശം നമ്മൾ കേട്ടിട്ടില്ല. ആൻഡ് ഇത് ലീഗലി കേസായിട്ടും മറ്റും ഒന്നും പോയിട്ടില്ല. പക്ഷെ ഈ കുട്ടി നല്ല രീതിയിൽ ടോക്സിക് ആയിട്ടുള്ള ഹെവി ടോക്സിക് ആയിട്ടുള്ള ഇതിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്റെ ഒരു പെർസെപ്ഷൻ വെച്ച് നോക്കിയിട്ട് ആ വ്യക്തിയെ ചേഞ്ച് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് അക്ഷയ് എന്ന് പറയുന്ന ആ വ്യക്തിയെ ചേഞ്ച് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാജുവലി ഉണ്ടായ ഒരു ചേഞ്ച് ആണ്. അപ്പൊ ഇതിന് എനിക്ക് തോന്നിയ റീസൺസ് ഇതാണ്. ഒന്നില്ലെങ്കിൽ പാസ്റ്റിലുള്ള എന്തെങ്കിലും ഒരു സംഭവം പെട്ടെന്ന് ഹോണ്ട് ആയിട്ടുണ്ടാവും, അതല്ലാന്നുണ്ടെങ്കിൽ ഗ്രാജുവലി വന്നതായതുകൊണ്ട് ഈ കുട്ടിയുടെ ഫ്രണ്ട്സിനോട്, ഈ കുട്ടിയുടെ ഭാഗത്ത് തെറ്റുണ്ടെന്നല്ല ഞാൻ പറയുന്നത്, എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ ചില വശങ്ങളാണ് പറയുന്നത്. ഫ്രണ്ട്സിനോടുള്ള ഇന്ററാക്ഷൻ, ഫ്രണ്ട്സിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ്. അപ്പൊ ഇയാൾക്ക് മേ ബി തോന്നിയിട്ടുണ്ടാവും എനിക്കൊരു ഇമ്പോർട്ടൻസ് തരുന്നില്ല, അല്ലെങ്കിൽ അവനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അവനെ കൂടെ ഇരിക്കുന്നു, അവന്റെ കൂടെ പോകുന്നു, കോൾ വെയിറ്റിംഗ്, ഞാൻ വിളിക്കുമ്പോൾ ആവശ്യമില്ല, ആർക്കും വിട്ടുകൊടുക്കാതെ ഈ കൊച്ചിനെ സ്വന്തം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഓവർ ഇഷ്ടം കൊണ്ട് അത് ടോക്സിക് ആയിട്ട് മാറിയിട്ട് ആ കൊച്ചിനെ ഇങ്ങനെ പിടിച്ചു വച്ചിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഫിസിക്കലി വേറൊരു ലെവലിലാണ് ആ പയ്യന്റെ മാനസികാവസ്ഥ പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത്. അല്ലെങ്കിൽ ഇങ്ങനെ ഫിസിക്കലി ചവിട്ടുകയും ഇടിക്കുകയും കുത്തുകയൊക്കെ ചെയ്യാം, എന്നിട്ടും ആ പെൺകുട്ടി ആ ഫോണിൽ സംസാരിക്കുമ്പോൾ ഇതായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പം മച്ചാമാരെ ലൈക്ക് നോ ആ ഒരു വേറൊരു വശമുണ്ട്. നമ്മൾ ഓവറായിട്ട് ഒരാളെ അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞാൽ, ഓവറായിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ മൈൻഡിൽ മേ ബി ഇയാൾ ഇതൊക്കെ ചെയ്തിരുന്നത് ഇഷ്ടം കൊണ്ടാണ് എന്നായിരിക്കും ഈ കുട്ടി വിചാരിച്ചിട്ടുണ്ടാവും, ചേഞ്ച് ആക്കി എടുക്കാന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ഈ കുട്ടി തന്നെ പറയുന്നുണ്ട് ബാംഗ്ലൂർ നിൽക്കുന്നുണ്ടല്ലേ എന്ന് വിചാരിച്ച് വർക്ക് ഫ്രം ഹോം ഒക്കെ ആയിട്ട് മാറി എന്നുള്ള രീതിയിലെല്ലാം പറയുന്നുണ്ട്. ഇപ്പോഴും ഞാൻ പറയുന്നു, 2 വശം നമ്മൾ കേട്ടിട്ടില്ല. അക്ഷയ്ക്കും ഒരു പാട്ട് പറയാനുണ്ടാവും. പക്ഷെ ഈ കുട്ടിയുടെ വശം കേട്ടെടുത്തോളമാണ് ഞാൻ പറയുന്നത്. മേ ബി ആ പയ്യൻ ഗ്രാജുവലി ഉണ്ടായിരുന്ന ആ ഒരു പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു തോട്ട്, അത് വിട്ടുപോവോ പേടി അല്ലെങ്കിൽ സംശയം, ആരോടും മിണ്ടാൻ പാടില്ലാത്ത രീതിയിൽ ലൈക്ക് ഒരു പ്രത്യേക തരം ക്യാരക്ടർ, അതാണ് ഈ രീതിയിൽ കാണിച്ചു വെച്ചിരിക്കുന്നത്. അപ്പം
എനിക്ക് ഈ കുട്ടിയോട് പേഴ്സണലി പറയാനുള്ളത്, ഇത് ഇനി പാച്ചപ്പ് ചെയ്യാൻ നിൽക്കണ്ട, ഇറ്റ്സ് ഡൺ. ഇത് ബ്രേക്ക് ആക്കുന്നതാണ് നല്ലത്. കാരണം നിങ്ങൾ ഏത് രീതിയിൽ നോക്കിയാലും ഇത് മാറ്റിയെടുക്കാൻ പറ്റില്ല. കാരണം അല്ലെങ്കിൽ ഒരു തെറ്റ് നീ ചെയ്തുകൊണ്ടാണെന്നുള്ള രീതിയിൽ പറയണം, അത് തിരുത്താനും അത് ആവർത്തിക്കില്ല എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കാൻ എല്ലാം പറ്റും. ഇതെന്താണ് സംഭവിച്ചത് ഈ പെൺകുട്ടിക്ക് പോലും അറിയില്ല, ഗ്രാജുവലി ഹാപ്പൻഡ് ആണെന്നാണ് പറയുന്നത്. ഇതേപോലെ സഫർ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഓവർ പൊസസീവ്നെസ് അല്ലെങ്കിൽ ഡൗട്ട്, അതല്ലെങ്കിൽ ഈ ഇതേപോലെ ലൈക്ക് ഞാൻ പറയണ കേട്ടാൽ മതി, അങ്ങനെ ഒരു ഹരാസ്മെന്റ്, ടോക്സിക് എന്ന് തന്നെ പറയാം, എക്സ്ട്രീം ടോക്സിക്കിന് അപ്പുറത്തേക്ക് പോകുന്ന സംഭവങ്ങൾ. നിങ്ങളുടെ പാർട്ട്ണർ ഒരു ടോക്സിക് ആണ്, നിങ്ങളുടെ ജെനുവിൻ ലവ് ആണ്, നിങ്ങളുടെ കയ്യിലിരിപ്പോണ്ടല്ല അയാൾ നിങ്ങളെ സംശയിക്കുന്നതെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടാണ് ആൾ സംശയിക്കുന്നുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല, നിങ്ങളുടെ കയ്യിലിരിപ്പിന്റെയാണ്. അത് ബ്രേക്ക് ഡൗൺ ആവുന്നത് തന്നെയാണ് നല്ലത്. കാരണം വൺസ് ട്രസ്റ്റ് ബ്രേക്ക് ആയി തന്നെയാണ്. നിങ്ങൾ എല്ലാ രീതിയിലും ശരിയായിട്ട് ഇപ്പൊ ഇതേപോലെ അനങ്ങാൻ തിരിയാനും സമ്മതിക്കുന്നില്ല, ഉപദ്രവിക്കുക, എല്ലാ രീതിയിലും 8 മണി 8:15 8:30 ഓരോ മിനിറ്റ് വെച്ച് വിളിക്കുക, സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കണം, എല്ലാത്തിനും പ്രൂഫ്. അയ്യോ, അതൊന്നും ഒരു സാധാരണ മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ റിലേഷൻഷിപ്പിൽ നമുക്ക് നമ്മുടേതായ സ്പേസ്, നമ്മുടേതായ കാര്യങ്ങൾ, നമ്മുടേതായ ഇൻഡിവിജ്വാലിറ്റി ഒക്കെ ഉണ്ട്. അപ്പൊ ഈ പയ്യൻ അല്ലെങ്കിൽ ഇതേപോലത്തെ ആളുകൾ അല്ലെങ്കിൽ ഇതേപോലത്തെ പെൺകുട്ടികൾ ഇങ്ങനെ പ്രൂവ് ചെയ്ത് മുന്നോട്ട് പോവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്വാസം മുട്ടി മരിച്ചു പോകും. അപ്പൊ അത് കൺവിൻസ് ചെയ്യാനും അതിനെ പാച്ചപ്പ് ചെയ്യാനും നിൽക്കണ്ട. ഇങ്ങനത്തെ റിലേഷൻഷിപ്പിൽ പോകുന്നുണ്ടെങ്കിൽ ഞാൻ എക്സ്ട്രീം പറയാണ്, നിങ്ങളുടെ ഭാഗത്ത് തെറ്റൊന്നില്ലെങ്കിൽ മാത്രം. ഓക്കെ, ഗ്രാജുവലി വരുന്നതാണെങ്കിലും പാസ്റ്റ് റിലേഷൻ ഹോണ്ട് ചെയ്യുന്നതാണെങ്കിലും ഒരു പരിധി കൂടുതൽ അയാൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ബെറ്റർ ടു സ്റ്റോപ്പ് ഇറ്റ്. ഓക്കെ, വിശാലമായ ലോകം നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഈ വ്യക്തിയല്ല നിങ്ങളുടെ ലൈഫിന്റെ എൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഡോണ്ട് കിൽ യുവർ സെൽഫ് ഒരു റിലേഷൻഷിപ്പിലായി എന്ന് വെച്ചിട്ട്. സോ ജസ്റ്റ് മൂവ് ഓൺ, ദാറ്റ്സ് ഇറ്റ്. അപ്പം അക്ഷയുടെ ഭാഗം നമ്മൾ കേട്ടിട്ടില്ല, എന്നാൽ ഈ ഒരു വശങ്ങൾ വെച്ച് കേട്ടിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസും എന്നിലോട്ട് ആൾക്കാർ പറഞ്ഞതിന്റെ ഭാഗമായിട്ടൊക്കെയാണ് വശങ്ങൾ ഞാൻ പറഞ്ഞു തന്നത്. ഇനി ഇതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അതിന് ആ പയ്യൻ തന്നെ വാദം ഓർക്കണം. എന്നാലും കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് എനിക്ക് തന്നെ എന്താ അവസ്ഥയാണോ പെങ്കൊച്ചെന്നുള്ള രീതിയിൽ ഫീൽ ചെയ്തുകൊണ്ടാണ്. ഇതേപോലെ ഫീൽ ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ മച്ചന്മാരെ ജസ്റ്റ് മൂവ് ഓൺ, പിടിച്ചു നിൽക്കാൻ നോക്കണ്ട. നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നത് വലിയൊരു കുപ്പിച്ചിലിനെയാണ്. അത് നിങ്ങളുടെ കയ്യിൽ മുറിഞ്ഞ് കയറി വൂണ്ടായി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറും. സോ ബെറ്റർ സ്റ്റേ അവേ ഫ്രം ദിസ് കൈൻഡ് ഓഫ് ടോക്സിക് റിലേഷൻഷിപ്പ്. അത് എത്ര കൊല്ലത്തെ ആണെങ്കിലും എന്താണെങ്കിലും. ഗുഡ് വൈബ്സ്.